സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. രാജ്യമാകമാനം പുനഃസംഘടനാ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ KPCC അധ്യക്ഷനടക്കമുള്ളവർ മാറാൻ സാധ്യതയേറി. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാദം കണക്കിലെടുത്താവില്ല മാറ്റമുണ്ടാവുക. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഹൈക്കമാൻഡ് വിലമതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പുതിയ മുഖം നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാകും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും മാറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്യും. പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്താൻ വിവിധ സംഘടനാ ചുമതലകൾ നിർവഹിക്കാനായി പ്രാപ്തിയുള്ള 40 അംഗ സെക്രട്ടറിമാരുടെ പട്ടികയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇനിയൊരു ജംബോ കമ്മിറ്റി വന്നാൽ പാർട്ടിക്ക് താഴെത്തട്ടിൽ തളർച്ചയുണ്ടാകുമെന്നും കേരളത്തിലെ മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന നിലയിലുള്ള പുനഃസംഘടനയ്ക്കാണ് നേതാക്കൾക്കിടയിൽ കൂടുതൽ പ്രാമുഖ്യമുള്ളത്. എന്നാൽ എണ്ണം കൂട്ടി ജംബോ ലിസ്റ്റ് ഉണ്ടാക്കി പാർട്ടിയിൽ ആധിപത്യം തുറപ്പിക്കാനും ചിലർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. DCC തലപ്പത്തും അഴിച്ചുപണിക്കുള്ള സാധ്യതയേറി. ഭൂരിഭാഗം DCCകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി DCC അധ്യക്ഷനും ഭാരവാഹികളും മാറിയേക്കും. ജില്ലാ തലങ്ങളിൽ കൂടി സമൂല അഴിച്ചുപണിക്കുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. താഴെത്തട്ടിൽ നടക്കുന്ന ബ്ലോക്ക്, മണ്ഡലം, വാർഡ്, ബൂത്ത് പുനഃസംഘടനകൾ വേഗത്തിൽ തീർക്കാനും തീരുമാനമുണ്ടായിട്ടുണ്ട്. 11 ജില്ലകളിൽ ഏതാണ്ട് പൂർത്തിയായെങ്കിലും കോട്ടയം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ തർക്കം തുടരുക തന്നെയാണ്. ഇത് ജനുവരി പൂർത്തീകരിക്കാനാണ് നീക്കം. അതിനുശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ടവരുടെ സമ്മേളനങ്ങൾ എല്ലാ ജില്ലയിലും നടത്താനാണ് KPCCയുടെ തീരുമാനം. ബൂത്ത് തലം മുതൽ തന്നെ പാർട്ടിയുടെ മുകൾ തട്ട് വരെ കാര്യമായ പുനഃസംഘടന വേണമെന്ന് ബലഗാവിൽ വ്യാഴാഴ്ച ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിരുന്നതായി പാർട്ടി സെക്രട്ടറിയായി KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. 2025 പുനഃസംഘടനാ വർഷമായി ആചരിക്കുമെന്നും സംഘടനയുടെ എല്ലാ തലത്തിലും നേതൃമാറ്റം ഉണ്ടാവുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. We finally decided to go for massive political campaign for the 1 year. The major decision is as follows. We passed the 2 resolution, one on Mahatma Gandhi and number 2 on political. Number 2, we already told you 2025 is going to be a Sankhdan Srinjan Karikram, organizational revamping program. 2025 is the year of organizational revamping program year for the Congress Party. From every level, booth to top, there will be an examination of accountability. There will be a thorough inquiry about the capability of the leaderships, and we will do a massive organizational revamp. That will start immediately. That Karyakrama will start immediately. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ഡൽഹി, ബീഹാർ, കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര സംസ്ഥാനങ്ങളിൽ മുൻഗണനാ ക്രമത്തിൽ പുനഃസംഘടനയുണ്ടാവുമെന്നും പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ 100ാം വാർഷിക വേളയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അടുത്ത 13 മാസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കും. BJP ഉയർത്തുന്ന ഹിന്ദുത്വവൽക്കരണത്തിനെതിരെ ഭാരത് ജോഡോ യാത്ര മാതൃകയിൽ 3ാം യാത്ര സംഘടിപ്പിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ചർച്ചകൾ തുടങ്ങിവെച്ചത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ എന്നിവർക്ക് പുറമെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. സംസ്ഥാന നേതൃതലത്തിലും പുനഃസംഘടന ഏത് തലം വരെ നടപ്പാക്കണമെന്ന കാര്യത്തിലും ചർച്ചയിലൂടെ ധാരണയാകും.